അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ 3 ആയ പാരലൽ ലൈൻസ് ആണ്. അപ്പൊ ഈക്വൽ ഡിവിഷൻ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു അല്ലെ? ഈക്വൽ ഡിവിഷൻ നമ്മൾ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്തു പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അവിടെ എന്ത് ചെയ്തു, നമ്മൾ ഒരു ലൈന് കിട്ടിയാൽ ഈക്വൽ ഡിവിഷൻ അഥവാ 3 3 3യും അല്ലെങ്കിൽ 2 2 2 ഇങ്ങനെ ഈക്വൽ ഡിവിഷൻ ആയിട്ട് നമ്മൾ ചെയ്തു പോയിരുന്നത്. ഇനി ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് അൺഈക്വൽ ഡിവിഷൻ ആണ്, അഥവാ ഈക്വൽ അല്ലാത്ത ഡിവിഷൻസുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? ഡ്രോ ആൻഡ് 7 cm long line and divided into the ratio 4:3. എന്താണ് ഒരു 7 cm ലൈൻ വരക്കാൻ പറഞ്ഞു. ഞാൻ 7 cm ലൈൻ വരച്ചു. ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു 4:3 എന്ന റേഷ്യോയിൽ ഡിവിഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ 4+3 ആഡ് ചെയ്ത് നോക്കി, ആ റേഷ്യോ ഒന്ന് മാറ്റി. അപ്പൊ 7 ആണ്. ഈ 7 തന്നെയാണ് നമുക്ക് വരക്കാൻ പറഞ്ഞ 7. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ? ഈ റേഷ്യോയിൽ കട്ട് ചെയ്യാൻ പറ്റും. റെഡി ആണല്ലോ? അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം എന്ത് ചെയ്യാ, നിങ്ങളൊരു 4 cm ഒരു മാർക്ക് ചെയ്യുക. അടുത്ത് എന്ത് ചെയ്യാ, 3 cm ആവും. അപ്പൊ കറക്റ്റ് അല്ലേ? 4+3 എന്ന് പറഞ്ഞാൽ 7 എന്ന രീതിയിൽ കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി വേറൊരു എക്സാമ്പിൾ. എന്താണ്? ഡ്രോ ആൻ 14 cm ലോങ് ലൈൻ ഡിവൈഡഡ് ഇൻടു റേഷ്യോ 4:3. അപ്പൊ 4:3 നമ്മൾ നേരത്തെ പോലെ 4+3 എന്ന് പറഞ്ഞാൽ 7 ആണ്. ഈ 7 14 യാതൊരു കണക്ഷൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളിവിടെ 7 ആണ്, പക്ഷെ നമുക്ക് 14 ആണ് കിട്ടേണ്ടത്. അങ്ങനെ വരുമ്പോ ഞാൻ ഇതിന് എന്ത് ചെയ്യാതെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ 4 × 2 8 2 × 3 6. ഇത് തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. 6 + 8 എത്രയാണ്? 14. അപ്പൊ അത് ശരിയാകുന്നുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ 14 സെന്റിമീറ്ററിനെ 8:6 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്താൽ മതി. കാരണം എന്താ? റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്മോളസ്റ്റ് എന്തിലാണ് നമ്മൾ എഴുതാറുള്ളത് അല്ലെ? നമ്മള് ഏതിലാണ്? നമ്മളെ റേഷ്യോ എന്ന ചാപ്റ്ററിൽ 8ാം ക്ലാസ്സിലെ റേഷ്യോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? 86 നമ്മൾ 4:3 ആക്കി ഇങ്ങനെ മാറ്റി. അപ്പൊ ഇതിനെ കോമൺ ആയിട്ട് ഡിവിഷൻ കഴിഞ്ഞാൽ 4:3 തന്നെ കിട്ടും. അപ്പൊ അതിനെ മാറ്റി ആദ്യം എന്ത് ചെയ്താൽ മതി? നമ്മള് അല്ലെ ഒരു 14 cm ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്യാ, ഒരു 8 cm ഒന്ന് മാർക്ക് ചെയ്യുക. അതേപോലെ ഒരു 6 cm മാർക്ക് ചെയ്യുക. കഴിഞ്ഞല്ലോ? ഇതിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ 8:6 എന്ന് പറയുമ്പോൾ 4:3 തന്നെയാണ്. കറക്റ്റ് ആയിട്ട് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഡ്രോ ആൻ 8 cm ലോങ് ലൈൻ ആൻഡ് ഡിവൈഡഡ് ഇൻ ദി റേഷ്യോ 4:3. ഇവിടെ എന്താണ്? ഈ 8 cm ലൈനിനെ എന്ത് ചെയ്യണം? 4:3 എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ആഡ് ചെയ്ത് നോക്കി. 4+3 7. അപ്പൊ 7നേക്കാൾ ലാർജർ വാല്യൂ ആണ്. ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. അപ്പൊ 8+6 ആണ്. അപ്പൊ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 8 എന്ന സാധനം എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അപ്പൊ നമ്മളിപ്പോ പഠിച്ച മെത്തേഡ് എന്ത് ചെയ്യാ, പോസിബിൾ ആകുന്നില്ല എന്ന കാര്യം മനസ്സിലായി. അപ്പൊ വേറെ എന്തോ ഒരു മെത്തേഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. അപ്പൊ നമുക്ക് ആ മെത്തേഡിലേക്ക് ഒന്ന് പോകാം. ഞാനിവിടെ 2 പാരലൽ ലൈൻസ് വരച്ചു അല്ലെ? ഇതേപോലെ നമ്മൾ പാരലൽ ലൈൻസ് കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിലും അല്ലെ, കഴിഞ്ഞ എക്സസൈസിലും അഥവാ കഴിഞ്ഞ സെക്ഷനിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ 3 പാരലൽ ലൈൻസ് 4 പാരലൽ ലൈൻസ് വരച്ചു. അവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഈ ലെങ്ത് അതേ ലെങ്ത് ആയിരുന്നു. ഇവിടെ ഈ ഗ്യാപ്പ് പറഞ്ഞില്ല, ഈ ഹൈറ്റും ഇതേപോലെ ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? ഇതിന്റെ അതേ ഹൈറ്റിലല്ല ഇവിടെ ഉള്ളത്. ഇവിടെ എ ആണെങ്കിൽ ഇവിടെ പി ആണ്, ഇവിടെ ബി ആണ്, ഇവിടെ ക്യൂ ആണ്, ഇവിടെ സി ആണെങ്കിൽ ഇവിടെ ആർ ആണ്. മറ്റേത് ആദ്യം എന്തായിരുന്നു? ഇവിടെ എ ആയിരുന്നു, ഇവിടെ ബി ആയിരുന്നു, ഇവിടെ സി ആയിരുന്നു എന്ന രീതിയിലായിരുന്നു നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോ ഇവിടെ നേരത്തെ നമ്മൾ ഇവിടെ ആയിരുന്നു എ ബി സി എന്ന രീതിയിലായിരുന്നു വന്നിരുന്നത്. പക്ഷെ ഇവിടെ എന്തല്ല, ഈ എ ബി സി പാറ്റേൺ അല്ല, ഈ എന്തല്ല, ഇതൊന്നും ഇങ്ങനല്ല. ഇവിടെ പി ക്യു ആർ എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്ത് പറയാം? The 3 or more parallel lines cut into 2 lines are the same ratio. ഇപ്പൊ സെയിം റേഷ്യോയിലാണ് ഇവിടെ കട്ട് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റും. ഏത്? ഈ കട്ടിംഗ് ഒക്കെ ഫുൾ സെയിം റേഷ്യോയിലാണ്. ഇവിടെ കണ്ടീഷൻ ഉണ്ട് 3 or more lines എന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ റേഷ്യോ പറഞ്ഞാൽ A:B:C എന്ന് പറഞ്ഞാൽ P:Q:R എന്ന റേഷ്യോയിലാണ് അവിടെ കട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ നിർത്തി വെച്ച ആ ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോകാം. Draw an 8 cm long line and divided into ratio 4:3. അപ്പൊ നേരത്തെ നമ്മൾ കാട്ടിയ പോലെ എന്ത് ചെയ്തു? 8 cm ഒരു ലൈൻ വരച്ചു. ഈ നേരത്തെ കാട്ടിയ പോലെ 4+3 എന്ന് ആഡ് ചെയ്യാം. അപ്പൊ എന്താവും? 7 ആവും. ഈ 7 എന്ത് ചെയ്തു? ഇങ്ങോട്ട് നീട്ടി ഒന്ന് വരക്കുക.
അപ്പൊ ഞാൻ ഇവിടെ പേര് കൊടുക്കുകയാണ്. എ എന്ന് പേര് കൊടുത്തു, ഇവിടെ ഒരു ബി എന്ന് പേര് കൊടുത്തു, ഇതിന് സി എന്ന് പേര്. ഈ ഫസ്റ്റ് റേഷ്യോ 4 എന്ത് ചെയ്തു, ഇവിടെ നിന്ന് മാർക്ക് ചെയ്തു. അപ്പൊ അതിനൊരു ഡി എന്ന് പേര് കൊടുക്കാം. ഇനി അടുത്ത എന്താണ്, ഇത് എത്ര ആയിരിക്കും, 3 സെന്റിമീറ്റർ ആയിരിക്കും. ഈ അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്ക് അല്ലെ, കഴിഞ്ഞ സെക്ഷനിലെ ക്വസ്റ്റ്യൻ നമ്മൾ ഇതേപോലെ ചെയ്തിട്ടായിരുന്നു. അതേപോലെ ഇനി പാറ്റേണിലേക്ക് വന്നു. ഇവിടെ റേഷ്യോ തന്നു കഴിഞ്ഞാൽ ആ റേഷ്യോ മൊത്തം ആഡ് ചെയ്യുക. അവിടെ നമുക്ക് ഇഷ്ടമുള്ള റേഷ്യോ എടുക്കായിരുന്നു, അല്ലെ ലെങ്ത് എടുക്കായിരുന്നു. 6 എടുത്തു, 9 എടുത്തു, 12 ഒക്കെ നമ്മൾ എടുത്തിരുന്നു. ഇവിടെ നമ്മൾ തന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് 4:3 ആയതുകൊണ്ട് 4 എടുക്കണം, 3 എടുക്കണം. ഇനി എന്ത് ചെയ്യാ, ബി സി എന്നൊരു ലൈൻ യോജിപ്പിക്കുക. ഇനി ബി സിക്ക് ഒരു പാരലൈൻ എയിലൂടെ വരക്കുക, ഡിയിലൂടെ വരക്കുക. ഇത്രയേ ഉള്ളൂ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്ത് കിട്ടി, ഈ എ ബി എന്ന 8 സെന്റിമീറ്ററിന് നമ്മൾ 4:3 എന്ന റേഷ്യോയിൽ ചെയ്തു, കട്ട് ചെയ്തു അല്ലെ. ഇവിടെ 4, ഇവിടെ 3 ഇങ്ങനെ, ഇത് റേഷ്യോ ആണ്. ഇവിടെ 4 സെന്റിമീറ്റർ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇവിടെ എന്താണ് 4:3 എന്ത് ചെയ്തു, അവര് കട്ട് ചെയ്തു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ആ ലെങ്ത് എന്തല്ല, 4 അല്ല, അതേപോലെ ഇപ്പുറത്ത് 3 അല്ല എന്നും കൂടി ഓർത്ത് വെക്കാം. ഇത് കറക്റ്റ് എങ്ങനെ വരക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യാ, ഒരു 8 സെന്റിമീറ്റർ ഒരു ലൈൻ വരക്കുക. അതിന് എ എന്നും ബി എന്നും പേര് കൊടുക്കുക. എന്നിട്ട് ഒരു 7 സെന്റിമീറ്റർ ഒരു ലൈൻ വരക്കുക. എങ്ങനെ 7 സെന്റിമീറ്റർ വന്നത്, 4+3 ആഡ് ചെയ്യാം, അപ്പൊ 7 ആണ്. അപ്പൊ അങ്ങനെയാണ് 7 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. ഫസ്റ്റ് 4 സെന്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. അവർ ഡി എന്നൊരു പോയിന്റ് കൊടുത്തു. പിന്നെ എന്തൊരു ഡി സിക്ക് ഒരു 3 സെന്റിമീറ്റർ. ഈ ബി സി എന്നൊരു ലൈൻ എന്ത് ചെയ്തു, യോജിപ്പിച്ചു. ഈ ബി സിക്ക് പാരലൽ ആയിട്ട് എന്ത് ചെയ്യാണ്, ഡിയിലൂടെ ഒരു ലൈൻ വരക്കുക. പാരലൽ ലൈൻ വരക്കാണ്. സെറ്റ് സ്ക്വയർ വെച്ച് ചെയ്തു, ഡിയിലൂടെ ഒരു പാരലൽ ലൈൻ വരച്ചു. അപ്പൊ എന്താ സംഭവിച്ചു, നമ്മള് എ ബി എന്ന ലൈനിനെ 4:3 എന്ന റേഷ്യോയിൽ എന്ത് ചെയ്തു, നമ്മൾ ഡിവൈഡ് ചെയ്തു. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡ്രോ ആൻ 8 സെന്റിമീറ്റർ ലോങ് ലൈൻ ഡിവൈഡഡ് ഇൻടു ദി റേഷ്യോ 1:2. അല്ലെ, 1:2 നമുക്ക് വരക്കാം. പക്ഷെ ഭയങ്കര ചെറിയ ലെങ്ത് ആയി മാറുന്നുള്ളൂ. അപ്പൊ അതൊന്നും നമുക്ക് വരക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇതിനെ ഒരു 2 കൊണ്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2:1 എത്രയാണ്, 2:2 എത്രയായി, 4 ആയി. അപ്പൊ ആദ്യം എന്ത് ചെയ്തു, ഞാന് ഒരു 8 സെന്റിമീറ്റർ ലൈൻ വരക്കാം അല്ലെ. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ, 2:2 എന്നാണ് 4 ആണ്. അപ്പൊ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താവും, 2+4 എന്നാണ് 6 ആണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ഒരു അല്ലെ 8 സെന്റിമീറ്റർ ഒരു ലൈൻ വരക്കാം. നേരത്തെ വരച്ചതുപോലെ റഫ് ആയിട്ട് വരച്ച് നമുക്ക് പിന്നെ കൃത്യമായിട്ട് വരക്കാം. എന്ത് ചെയ്തു, നമ്മള് അല്ലെ 8, എന്നിട്ട് എന്ത് ചെയ്യാ, 2+4 6 സെന്റിമീറ്റർ ഒരു ലൈൻ വരച്ചു. ഇനി അടുത്ത ലൈൻ ഫസ്റ്റ് എന്ത് ചെയ്യാ, 2 കൊടുക്കുക, ഇവിടെ ഒരു 4 കൊടുക്കുക, ഡി കൊടുക്കുക. ഇതിന് സി എന്ന് പേര് കൊടുത്തു. ഇതൊരു എന്ത് ചെയ്തു, അതൊരു ലൈൻ യോജിപ്പിച്ചു. ഇനി എന്ത് ചെയ്യാ, അടുത്ത സ്റ്റെപ്പ് നമ്മള് അല്ലെ ഈ ബി സിക്ക് ഒരു പാരലൽ ലൈൻ ഡിയിലൂടെ വരക്കുക. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഭാഗം. അപ്പൊ ഇതിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ 2:4 ആണ്. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1:2 എന്ന റേഷ്യോ ഇതിന് കിട്ടും. ക്ലിയർ ആയല്ലോ. ഇനി ഇതെങ്ങനെ കറക്റ്റ് വരക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യാ, ഒരു 8 സെന്റിമീറ്റർ ഒരു ലൈൻ വരക്കുക. അതിനെന്ത് കൊടുക്കുക, എ ബി എന്ന് പേര്. എ ബി എന്ന് പേര് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, നമുക്ക് 8 സെന്റിമീറ്റർ മാർക്ക് ചെയ്യാം. ഇനി ഒരു 6 സെന്റിമീറ്റർ എന്നൊരു ലൈൻ വരക്കുക. 6 സെന്റിമീറ്റർ ഒരു ലൈൻ വരച്ചു. ആ പോയിന്റിനെ എന്തെടുത്തു, സി എന്ന പോയിന്റ് കൊടുത്തു. ഇങ്ങനെ 6 കിട്ടി. നമുക്ക് പറഞ്ഞത് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:2 എന്ന റേഷ്യോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് 1:2 പറ്റുന്നില്ലാത്തത് കൊണ്ട് അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 2:4 ആണ്. അപ്പൊ 2+4 എന്നാണ് 6 ആണ്. അങ്ങനെ നമുക്ക് അവിടെ കിട്ടിയത് 6 സെന്റിമീറ്റർ ഒരു ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്യാ, ഫസ്റ്റ് 2:4 ആണ്. അപ്പൊ 2 ആദ്യം ലെങ്ത് എടുക്കുക, പിന്നെ ഒരു 4 ലെങ്ത് എടുക്കുക. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യും, ഒരു 2 ലെങ്ത് എടുത്തു, അതിന് ഡി എന്ന് പേര് കൊടുത്തു. അടുത്ത 4 എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ബി സി എന്നൊരു ലൈൻ ഒന്ന് യോജിപ്പിച്ചു. അടുത്ത എന്ത് ചെയ്യാ, ബി സിക്ക് പാരലൽ ആയിട്ട് ആരുടെ വരക്കുക, ഡിയിലൂടെ എന്ത് ചെയ്യാം, വരക്കുക. അപ്പൊ ബി സിക്ക് പാരലൽ ആയിട്ട് ആര് വരച്ചു, ഡിയിലൂടെ ഒരു പാരലൽ ലൈൻസ് വരച്ചു. അപ്പൊ എന്ത് കിട്ടി, ഇവിടെ ഈ എ ബി എന്ന ലൈനിനെ നമ്മൾ 2:4 എന്ന റേഷ്യോയിലാണ് എന്ത് ചെയ്തത്, ഡിവൈഡ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ 2:4 എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ അല്ലെ, ഒന്ന് ക്യാൻസലേഷൻ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1:2 എന്ന റേഷ്യോയിലേക്കാണ് ഇത് വരും. അതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞേ 1:2 എന്ന റേഷ്യോയിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു, ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്താണ്, ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. Draw an 8 centimeter long line and divided into the ratio 2:3. ഇപ്പൊ ഇത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നിങ്ങൾ വരച്ചു നോക്കുക. വരക്കുന്ന ഫിഗർ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്.
അപ്പൊ ഒന്ന് സുമാർ കാണിച്ചു എന്നുള്ളൂ. അത് ഈ രീതിയിലേക്ക് വരും. ഇനി അടുത്തത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. പേജ് നമ്പർ 46 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 15 സെന്റിമീറ്റർ ആൻഡ് സൈഡ് ഇൻ ദി റേഷ്യോ 3:4. തൊട്ട് മുമ്പ് നമ്മൾ കഴിഞ്ഞ ആക്ടിവിറ്റിയിൽ എന്തായിരുന്നു, ഒരു സ്ക്വയർ വരക്കാൻ പഠിച്ചിരുന്നു. അതേ പ്രൊസീജിയർ തന്നെയാണ്. അപ്പൊ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് കൊടുക്കുക അല്ലെ, നമ്മള് പെരിമീറ്റർ പറഞ്ഞാൽ 15 ആണ്. അപ്പൊ പെരിമീറ്റർ ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ അറിയാം, 2 into ലെങ്ത്തിന് ഞാൻ L കൊടുത്തു, ബ്രെഡ്ത്തിന് എന്ത് കൊടുത്തു, B എന്ന് കൊടുത്തു. അപ്പൊ പെരിമീറ്റർ പറഞ്ഞാൽ 15 ഈക്വൽ ടു 2 into ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു 15/2 എന്ന് പറഞ്ഞാൽ 7.5. എന്തിനാണ് 7.5 കണ്ടെത്തിയത്? നമുക്കറിയാം ഒരു 8 സെന്റിമീറ്റർ ലൈൻ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 15/2 ചെയ്ത് കൊണ്ടുവന്നത്. ഒരു ലൈനാണ് കിട്ടിയത്. ഓക്കെ, മറ്റേത് പെരിമീറ്റർ ആകുമ്പോൾ മൊത്തം ടോട്ടൽ ലെങ്ത് ആണ്, അതുമല്ല വേണ്ട, നമുക്ക് അതിന്റെ പകുതിയാണ് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് അതിന് എന്തെടുത്തത്, ഞാൻ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആക്കിയതിനെ 7.5 ആക്കി എടുത്തു. ഇനി അപ്പൊ ആദ്യം എന്ത് ചെയ്തു, ഞാൻ ഇവിടെ ഒരു 7.5 സെന്റിമീറ്റർ ഒരു ലൈൻ വരച്ചു. ഇതിന് A എന്ന് പേര് കൊടുത്തു, ഇതിനൊരു B എന്നും പേര് കൊടുത്തു. ഇനി അടുത്ത ലെങ്ത് എന്തായിരിക്കണം, 3 + 4 എന്ന് പറയുമ്പോൾ 7. അപ്പൊ 7 സെന്റിമീറ്റർ ഒരു ലൈൻ വരച്ചു അല്ലെ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ 7 സെന്റിമീറ്റർ എടുത്തു, ഇതിനൊരു 3 സെന്റിമീറ്റർ കൊടുത്തു, D എന്ന് കൊടുത്തു, ഇതിന് 4 സെന്റിമീറ്റർ കൊടുത്തു, ഇതിന് C എന്ന് കൊടുത്തു. ഇതിന് എന്ത് ചെയ്തു, ഒന്ന് യോജിപ്പിച്ചു. ഇനി ഇതിന്റെ പാരലൽ ലൈൻ ഇതിൽ കൂടെ വരച്ചു. ഇനി എന്ത് ചെയ്യാ, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തിരുന്നു, എന്തായിരുന്നു, സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചായിരുന്നു ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചത്. അതിന് പകരം നമ്മുടെ എന്താണ്, പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഒരു 90 ഡിഗ്രി മാർക്ക് ചെയ്യാണ്. ഇതേപോലെ ഇവിടെ ഒരു 90 ഡിഗ്രി മാർക്ക് ചെയ്യാണ്. ഇനി ഈ ലെങ്ത് ഏത്, ഇവിടെ മുതൽ ഇതുവരെ ലെങ്ത് കോമ്പസിൽ എടുത്ത് ഇവിടെ നിന്നിട്ട് ഒരു ആർക്ക് വരച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, നീട്ടി വരച്ചു. അതേപോലെ ഈ ലെങ്ത് എടുത്ത് ഇങ്ങോട്ട് ഒരു ആർക്ക്. കാരണം എന്താ, റെക്ടാംഗിൾ ആണ്, അപ്പൊ ഈ ലെങ്ത്തും സെയിം ആകണം. ഈ ലെങ്ത് അല്ലെ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആണ് റെക്ടാംഗിളിന്റെ കേസിൽ. എന്നിട്ട് എന്ത് ചെയ്തു, ഇത് രണ്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി, നമുക്ക് ഒരു റെക്ടാംഗിൾ ഫോം ചെയ്തു. കഴിഞ്ഞിട്ടില്ല, ഈ ലെങ്ത് ഇവിടെ നിന്ന് ഈ ലെങ്ത് കോമ്പസിറ്റ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ഒരു ആർക്ക് വരച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് ഒരു കിട്ടും, ഫിഗർ കിട്ടും. ഇങ്ങനെയാണ് നമ്മളിത് ഇതിന്റെ വരയ്ക്കുക. ക്ലിയർ ആയല്ലോ? ഇതെങ്ങനെ കറക്റ്റ് വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യാം, ഒരു 7.5 സെന്റിമീറ്റർ ഒരു ലൈൻ വരയ്ക്കുക. അതിന് AB എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് 7.5. നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് 3:4. 3 + 4 എന്ന് പറഞ്ഞാൽ 7. അപ്പൊ 7 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചല്ലോ. ഇനി എന്ത് ചെയ്യാം, 3:4. അപ്പൊ 3 എന്ന റേഷ്യോയിൽ ഒന്ന് 3 സെന്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതേപോലെ 4 സെന്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, BC എന്നൊരു ലൈൻ എന്ത് ചെയ്യുക, യോജിപ്പിക്കുക. ഇനി എന്ത് ചെയ്യുക, BC എന്നൊരു എന്ത് ചെയ്യുക, അതിന് പാരലൽ ആയിട്ട് ഒരു ഡിയിലൂടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കും. അപ്പൊ BCക്ക് പാരലൽ ആയിട്ട് ഡിയിലൂടെ ഒന്ന് വരച്ചല്ലോ. ഇനി അടുത്ത എന്താണ്, നമ്മള് ആ കൂട്ടിമുട്ടിയ ബിന്ദുവിനെ E എന്ന പേര് കൊടുക്കുക. ഏത്, ഈ B എന്ന പാരലൽ ലൈൻ E എന്ന് വരിക. നമുക്ക് ഇനി എന്താണ്, ഒരു സ്ക്വയർ ഒരു റെക്ടാംഗിൾ ആണ് നമ്മൾ വരയ്ക്കാൻ പറഞ്ഞത്. നമ്മൾ തൊട്ട് മുമ്പ് സ്ക്വയർ വരച്ചപ്പോൾ അവിടെ എന്ത് ചെയ്തിരുന്നു, ഒരു സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചിരുന്നു. ഒന്നുമില്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് 90 ഡിഗ്രി പ്രൊട്രാക്ടർ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ പ്രൊട്രാക്ടർ ഇയിൽ നിന്ന് ഒരു 90 ഡിഗ്രി എന്ത് ചെയ്തു, ഞാൻ മാർക്ക് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് AE എന്ന ലെങ്ത് എടുത്ത് ഇയിൽ നിന്നൊരു ആർക്ക് വരച്ചു. അപ്പൊ ആർക്ക് നേരെ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഇയിൽ നിന്നൊരു ലൈൻ, പെർപെൻഡിക്കുലർ ലൈൻ ആ 90ക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്തു, നമ്മൾ മാർക്ക് ചെയ്ത് നീറ്റാണ് വരച്ചു. അപ്പൊ ആർക്ക് ജോയിൻ ചെയ്ത പോയിന്റിന് എന്ത് കൊടുത്തു, ഞാനൊരു F എന്ന പേര് കൊടുത്തു. ഇനി അടുത്ത എന്ത് ചെയ്യും, ഇതേപോലെ ബിയിൽ നിന്നൊരു 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ AE എന്ന ലെങ്ത് എടുത്ത് ഒരു ആർക്ക് വരക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ആ ബിയിൽ നിന്ന് നേരെ ഒരു ലൈന് വരക്കുക. അതിന് G എന്ന പേരും കൊടുക്കും. എന്ത് ചെയ്യാ, FG എന്ന ലൈൻ എന്ത് ചെയ്യാം, യോജിപ്പിക്കുക. അപ്പൊ എന്ത് കിട്ടി, EBFG എന്നൊരു ഒരു പോളിഗൺ നമുക്ക് കൈ കിട്ടി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ആ AE എന്ന ലെങ്ത് എടുത്ത് എന്ത് ചെയ്തു, നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആർക്ക് വരക്കുക. ഏതൊരു ഇയിൽ വെച്ച് Fലൂടെ ഒരു ആർക്ക് വരക്കുക. അപ്പൊ പറഞ്ഞ അളവിൽ ഒരു സ്ക്വയർ കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്.
draw a rectangle of perimeter 30 centimeter and sides in the ratio 5:3. അപ്പൊ ഇതിന് മുമ്പ് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇതൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് എങ്ങനെയാണ് നമുക്ക് വരക്കാമോ? ഇതാണ് വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന രീതി. അപ്പൊ ഹോംവർക്ക് ആണ്, വരച്ചു നോക്കുമ്പോൾ ഈ രൂപത്തിലാണ് കിട്ടുക. അപ്പൊ വരച്ചു കഴിഞ്ഞിട്ട് രണ്ടും ഒന്ന് അയച്ചു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ഈച്ച് ടൈപ്പ് ബിലോ ഓഫ് പെരിമീറ്റർ 13 centimeter equilateral triangle sides in the ratio 3:4:5. മൂന്നാമത് isosceles with lateral sides 1.5 times the base. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ബുദ്ധിമുട്ടേ ഇല്ല, നമ്മൾ ഒരിക്കൽ വരച്ചതാണ് കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിൽ. എന്താണ്? പെരിമീറ്റർ 13 centimeter. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്തു? 13 centimeter ഒരു വര വരച്ചു. ഇവിടെ പെരിമീറ്റർ ആണ്, അപ്പൊ ഇവിടെ ട്രയാങ്കിൾ ആകുമ്പോൾ ഒരു പ്രശ്നമില്ല, 13 എടുത്താൽ മതി. ഇനി എന്ത് ചെയ്താൽ മതി? ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് 6 എടുക്കാം അല്ലെ, അല്ലെങ്കിൽ 9 എടുക്കാം, 12 എടുക്കാം, 13നേക്കാൾ ലെസ് ആയ നമ്പർ എടുക്കാം. കാരണം ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മൾ 9 എടുത്തു കഴിഞ്ഞാൽ അതിനെ ഈക്വൽ ആയിട്ട് 3 കട്ട് ചെയ്യണം. 3 വരാനുള്ള ട്രയാങ്കിൾ ആയതുകൊണ്ട് 3 സൈഡ്സ് ആണ് അല്ലെ. നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 9/3 എന്ന് പറയുമ്പോൾ എത്രയായി? 3 ആണ്. അപ്പൊ 9 centimeter ഒരു ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്തു? ഇതിനൊരു 3 centimeter കട്ട് ചെയ്തു, ഇതിനൊരു 3 centimeter കട്ട് ചെയ്തു, ഇതിനൊരു 3 centimeter അങ്ങനെ ഒരു നീട്ടി ഒരു വര വരച്ചു. ഇനി എന്ത് ചെയ്തു? ഇവിടെ ഇങ്ങനെ നീട്ടി പാരലൈൻസ് ആയിട്ട് ഇങ്ങനെ വരച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? ഈ ലെങ്ത് എടുത്ത് അല്ലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ആർക്ക് വരക്കുക, ഈ ലെങ്ത് എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ആർക്ക് വരക്കുക, എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു? ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഫോം ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി നമ്മളിത് എങ്ങനെ കറക്റ്റ് വരക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യാം? 13 centimeter ഒരു ലൈൻ വരക്കുക, അതിനെന്ത് കൊടുക്കുക? AB എന്ന പേര് കൊടുക്കുക. 13 മാർക്ക് വരും. നമുക്കൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, അപ്പോ അതിനു വേണ്ടി ഞാൻ 9 centimeter വരച്ചു. ഈക്വൽ ആയിട്ട് ഡിവിഷൻ ചെയ്യണം. അപ്പൊ 3 3 3 ആഡ് ചെയ്തു. അപ്പൊ 3 centimeter എന്ന് മാർക്ക് ചെയ്തു, വീണ്ടും 3 centimeter എന്ന് മാർക്ക് ചെയ്തു, വീണ്ടും 3 centimeter മാർക്ക് ചെയ്തു. അപ്പൊ DE എന്ന റെസ്പെക്റ്റീവ് ആയിട്ട് മാർക്ക് ചെയ്തു. പിന്നെ BC എന്നൊരു ലെങ്ത് എന്ത് ചെയ്യാം? യോജിപ്പിക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ചെയ്തതാണ്, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരക്കുന്നത്. ഈ BCക്ക് പാരലൽ ആയിട്ട് ആര് കൂടി വരയ്ക്കുക? ഇയിലൂടെയും ഡിയിലൂടെയും ഒരു പാരലൈൻസ് വരയ്ക്കുക. അപ്പൊ BCക്ക് പാരലൽ ആയിട്ട് ആര് വരച്ചു? ഇയിലൂടെ ഒരു പാരലൈൻ വരച്ചു. BCക്ക് പാരലൽ ആയിട്ട് ആര് വരച്ചു? ഡിയിലൂടെയും വരച്ചു. ഇനി എന്ത് ചെയ്താൽ മതി? ഈ പാരലൈൻസ് ടച്ച് ചെയ്ത പോയിന്റിന് ഞാൻ എന്ത് കൊടുത്തു? F എന്ന് പേര് കൊടുത്തു, G എന്നും പേര് കൊടുത്തു. ഇനി AG എന്നൊരു മെഷർമെന്റ് ചെയ്തു. ജിയിൽ നിന്ന് ഒരു ആർക്ക് വരച്ചു താഴോട്ട്. AG എന്ന ലെങ്ത് വെച്ചിട്ടാണ് വരച്ചിരുന്നത് ആർക്ക്. അതേപോലെ F നിന്നും എന്ത് ചെയ്തു? ഒരു ആർക്ക് വരച്ചു. ഈ ആർക്ക് ഇന്റർസെക്ട് ചെയ്ത പോയിന്റിനെ H എന്നും പേരും കൊടുത്തു. ഇനി എന്ത് ചെയ്തു? F നിന്ന് Hലേക്ക് എന്ത് ചെയ്യുക? ഒരു ലൈൻ വരയ്ക്കും. അതേപോലെ ജിയിൽ നിന്ന് Hലേക്കും എന്ത് ചെയ്യുക? ഒരു ലൈൻ വരയ്ക്കുക. അപ്പൊ എന്ത് കിട്ടി? ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടി. ഏതാണ്? GFH. അതൊന്നും എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്ത് വെക്കുക. അപ്പോ നമ്മള് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞു. ഇനി ഇതിലെ സബ് ക്വസ്റ്റ്യൻ അല്ലെ, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതിൽ സെക്കൻഡ് എന്താണ്? സൈഡ് ഓഫ് ദി റേഷ്യോ 3:4:5 ആണ്. അപ്പം നാർത്തതിന് പ്രശ്നമൊന്നുമില്ല. എത്രയാണ്? ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് തന്നെയാണ്. AB എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13 centimeter ആണ്. ഇനി ഇതിനെ ആഡ് ചെയ്യാം അടുത്ത സൈഡ് കിട്ടാൻ അല്ലെ. 3 + 4 + 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്. അപ്പൊ 12 centimeter ഒരു എന്ത് ചെയ്യുക? ഒരു ലൈൻ വരയ്ക്കുക. ഇനി ഫസ്റ്റ് എന്ത് ചെയ്യുക? 3 എടുക്കുക, സെക്കൻഡ് 4 എടുക്കുക, നെക്സ്റ്റ് 5 എടുക്കുക, എന്നിട്ട് നീട്ടി ഇങ്ങനെ വരയ്ക്കുക അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിനൊരു പാരലൈൻ ഇങ്ങനെ വരച്ചു, ഇതിന് ഇവിടെ ഒരു പാരലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്യുക? ഈ ലെങ്ത്തിലൊക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ ഞാൻ ഇത് ബേസ് ആക്കി വരക്കാൻ പോവുകയാണ്. അപ്പൊ ഈ ലെങ്ത് മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്തു? കോമ്പസ് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് ഒരു ആർക്ക് വരച്ചു. പിന്നെ ഈ ലെങ്ത് എടുത്തിട്ട് കോമ്പസ് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് ഒരു ആർക്ക് വരച്ചു. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ ഫോം ചെയ്യുന്നത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും. ക്ലിയർ ആയല്ലോ? അപ്പൊ കറക്റ്റ് വരക്കുന്നത് എങ്ങനെയാ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യാ? ഒരു 13 centimeter ഒരു ലൈൻ വരയ്ക്കുക. അതിന് AB എന്ന് പേര് കൊടുക്കുക. 13 centimeter മാർക്ക് ചെയ്തു. ഇനി നമുക്കിവിടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:4:5 ആണ്. ടോട്ടൽ ആഡ് ചെയ്യുക. 3 + 4 + 5 എന്ന് പറഞ്ഞാൽ 12 centimeter ആണ്. അപ്പൊ എന്ത് ചെയ്തു? ഒരു 12 centimeter ഒരു ലൈൻ വരച്ചു. ആ പോയിന്റ് എന്ത് പേര് കൊടുക്കുക? ഒരു C എന്ന പേര് കൊടുക്കുക. ഇനി 3 centimeter ഒന്ന് മാർക്ക് ചെയ്യുക,
അതേപോലെ 4 സെന്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക, അതേപോലെ 5 സെന്റിമീറ്റർ എന്ത് ചെയ്യുക മാർക്ക് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, ബി സി എന്നൊരു ലൈൻ എന്ത് ചെയ്യുക യോജിപ്പിക്കുക. ഇനി ബി സിക്ക് പാരലൽ ആയിട്ട് ഇയിലൂടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. ബി സിക്ക് പാരലൽ ആയിട്ട് ഇയിലൂടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. അതേപോലെ ബി സിക്ക് പാരലൽ ആയിട്ട് ഡിയിലൂടെയും ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. രണ്ട് പാരലൽ ലൈൻസ് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഈ പാരലൽ ലൈൻസ് എ ബിയിൽ ടച്ച് ചെയ്യുന്നതിന് ഒന്ന് എന്ത് കൊടുക്കുക, എഫും ജിയും എന്ന് പേര് കൊടുക്കുക. ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇവിടെ ട്രയാങ്കിൾ വരക്കണം. അപ്പൊ ജി എഫ് എന്നൊരു ബേസ് ആക്കിയിട്ടാണ് ട്രയാങ്കിൾ വരക്കാൻ പോകുന്നത്. അപ്പൊ എ ജിയും എഫ് ബിയും ജി എഫ് ഒക്കെ വ്യത്യസ്ത അളവിലാണ്, അതായത് ഡിഫറെന്റ് മെഷർമെന്റ് ആണ്. അപ്പൊ എ ജി എന്നൊരു മെഷർമെന്റ് എടുത്ത് ജിയിൽ നിന്നൊരു ആർക്ക് വരച്ചു, ബി എഫ് എന്ന് മെഷർ ചെയ്തിട്ട് എഫ് എന്നൊരു ആർക്ക് വരക്കും. അങ്ങനെയാണ്. അപ്പൊ എ ജി എന്നൊരു മെഷർ ചെയ്തു, എന്ത് ചെയ്തു, ജിയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു ഒരു ആർക്ക് വരക്കാൻ പോകും. അപ്പൊ ജിയിൽ നിന്ന് എന്ത് ഞാനൊരു ആർക്ക് വരച്ചു. ഇതേപോലെ എന്ത് ചെയ്യാണ്, ബി എഫിൽ നിന്ന് മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്തു, എഫിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു ഒരു ആർക്ക് വരച്ചു. അപ്പൊ എഫ് മെഷർ ചെയ്തു, എന്ത് ചെയ്തു, എഫ് നിന്ന് ഒരു ആർക്ക് വരച്ചു. ഈ രണ്ട് ആർക്കുകളും ഇന്റർസെക്ട് ചെയ്ത പോയിന്റിന് എന്ത് കൊടുക്കുകയാണ്, എച്ച് എന്ന പേര് കൊടുക്കുക. അടുത്ത ജി എച്ച് എന്നൊരു ലെങ്ത് എന്ത് ചെയ്തു യോജിപ്പിച്ചു. അതേപോലെ എഫ് എച്ച് എന്ത് ചെയ്തു ഒന്ന് യോജിപ്പിച്ചു. അപ്പൊ എന്ത് കിട്ടി, ഒരു ട്രയാങ്കിൾ വരച്ച് കിട്ടി. നമ്മൾ പറഞ്ഞത് 3:4:5 എന്ന റേഷ്യോയിലുള്ള ഒരു ട്രയാങ്കിൾ നമ്മൾ എന്ത് ചെയ്തു വരച്ചു കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിലെ സബ് ക്വസ്റ്റ്യൻ ആയ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ഐസോസെലസ് വിത്ത് ലാറ്ററൽ സൈഡ്സ് 1.5 times the base എന്നാണ്. നമുക്കറിയാം ഒരു ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അല്ലെ 2 sides ഈക്വൽ ആണ്. അപ്പൊ ഞാൻ ഈ രണ്ട് സൈഡ് ഈക്വൽ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ ബേസ് 1 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ 1.5 times എന്നാണ്. 1.5 times എന്ന് പറയുമ്പോൾ 1.5 എന്ന് പറയുമ്പോൾ 3/2 അല്ലെ. നമ്മള് കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിരുന്നു, ഏത് ന്യൂ നമ്പേഴ്സിനകത്ത് ഇങ്ങനെ ഒരു അല്ലെ ഹൈപ്പോട്ടിന്യൂസ് 1.5 നമ്മൾ കണ്ടെത്തിയിരുന്നു, 3/2 ആണെന്ന് കണ്ടെത്തിയിരുന്നു. അപ്പൊ ഈ സൈഡും എന്തായി 3/2 ആയി മാറി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇല്ലെ, 3/2 1:3/2. നമുക്കറിയാം റേഷ്യോ എഴുതുമ്പോ ഡെസിമൽ ഫോംസോ ഫ്രാക്ഷൻ ഫോമോ ഒന്നും എഴുതാൻ പാടില്ല. കറക്റ്റ് ഒരു നാച്ചുറൽ നമ്പർ ഫോമിലേക്ക് എഴുതണം. ഇവിടെ ഒരു പ്രശ്നക്കാരൻ ആരാ, ഡിനോമിനേറ്റർ 2 ആയതുകൊണ്ടാണ്. ആ ഡിനോമിനേറ്റർ 2നെ ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, 3 ആയി 2 into 3/2 എന്ന് പറഞ്ഞാൽ 3, 2 into 1 എന്ന് പറഞ്ഞാൽ 2, അടുത്ത് 2 into 3/2 എന്ന് പറഞ്ഞാൽ 3. അപ്പൊ എന്തായി, ആ സൈഡ് കിട്ടി. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാ, ഒരു 13 സെന്റിമീറ്ററിൽ ഒരു എന്ത് ചെയ്യാ ഒരു ലൈൻ വരയ്ക്കുക. ഇനി അടുത്തത് തമ്മിൽ ആഡ് ചെയ്യാം, 3 + 2 + 3 ആഡ് ചെയ്യുമ്പോൾ എന്താവും 8 സെന്റിമീറ്റർ ആണ് വരിക അല്ലെ. ആ 8 സെന്റിമീറ്റർ എന്ത് ചെയ്തു ഇങ്ങോട്ട് നീട്ടി വരക്കുക. ഇനി എന്ത് ചെയ്യാ, ഫസ്റ്റ് 3 അടയാളപ്പെടുത്തി, അടുത്ത 2 അടയാളപ്പെടുത്തി, അടുത്ത 3, എന്നിട്ട് എന്ത് ചെയ്തു പാരലൽ ഇങ്ങോട്ട് ലൈൻ വരച്ചു, ഇതിന്റെ പാരലൽ ലൈൻ വരച്ചു, ഇതിന്റെ പാരലൽ ലൈൻ വരച്ചു. ഈ ലെങ്ത് എടുത്ത് എന്ത് ചെയ്തു ഇങ്ങോട്ട് ഒരു ആർക്ക് വരച്ചു, ഇവിടുന്ന് ഈ ലെങ്ത് എടുത്ത് ഇവിടുന്നിട്ട് ആർക്ക് വരച്ചു. ഇവിടെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും. ക്ലിയർ ആയല്ലോ. ഇത് കറക്റ്റ് എങ്ങനെ വരക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യാം, ഒരു 13 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരക്കുക. അതിനെന്ത് കൊടുക്കുക, എ ബി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണ്, അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അല്ലെ, ദ ലാറ്ററൽ സൈഡ്സ് ആർ 1.5 the times of the base. ഇതിന്റെ 1.5 നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി, നമുക്ക് 3:2:3 എന്ന് കിട്ടി. 3:2:3 എന്ന് കിട്ടി. മൊത്തത്തിൽ ആഡ് ചെയ്യാം, 3 + 2 + 3 എന്ന് പറയുമ്പോൾ 8 ആണ്. അപ്പൊ 8 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കും. ആ പോയിന്റിന് എന്ത് കൊടുത്തു, ഒരു സി എന്ന പേര് കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, ഇതിനെ 3 എന്ന് മാർക്ക് ചെയ്യുക, അടുത്തെന്താ ഒരു 2 എന്ന് മാർക്ക് ചെയ്യുക, അത് 3 എന്ന് മാർക്ക് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, ബി സി എന്നൊരു ലൈൻ യോജിപ്പിക്കുക. ബി സി എന്നൊരു ലൈൻ യോജിപ്പിച്ചു. ഇനി ബി സിക്ക് പാരലൽ ആയിട്ട് ഇയിലൂടെയും ഡിയിലൂടെയും ഒരു പാരലൽ ലൈൻ വരയ്ക്കും. അപ്പൊ ഞാൻ ആദ്യം ഇയിലൂടെ ഒരു പാരലൽ ലൈൻ വരച്ചു. അതേപോലെ ബി സിക്കും ഞാൻ എന്ത് ചെയ്യാണ്, ഡിയിലൂടെ എന്ത് ചെയ്യാണ് ഒരു പാരലൽ ലൈൻ വരയ്ക്കും. അപ്പൊ നേരെ പാരലൽ ലൈൻ വരച്ചു. ഇനി നമ്മൾ നോക്കേണ്ടത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. അപ്പൊ ഞാൻ ഈ ഇത് ഇവിടുത്തെ ബേസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ലെങ്ത്തും സെയിം ആണ്, കാരണം ഇവിടെ 3 ആണ്, ഇവിടെ 3 ആണ്.
പിന്നെ അവിടെ ഉണ്ടാകുന്ന 2 പോയിന്റിന് ജിയും എഫും എന്ന പേര് കൊടുത്തു. അപ്പൊ ഞാൻ എ ജി എന്ന മെഷർമെന്റ് എടുത്തു, എന്നിട്ട് ജിയിൽ നിന്നൊരു ആർക്ക് താഴോട്ട് വരച്ചു അല്ലെ. തൊട്ട് മുമ്പ് നമ്മൾ വരച്ചത് അതേപോലെ തന്നെയാണ്, താഴോട്ട് ഒരു ആർക്ക് വരച്ചു. ഇനി എഫ് ബി എന്ന് ആണെങ്കിലും നമുക്ക് മെഷർ ചെയ്യാം ഒന്നുകൂടി, കാരണം അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ നോക്കാൻ വേണ്ടി ഒന്നുകൂടി മെഷർ ചെയ്തു. എന്നിട്ട് എഫിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു ആർക്ക് വരച്ചു. അവിടെ അങ്ങനെ ആർക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി എ ജിയും എഫും ഈക്വൽ ആണ്. അപ്പൊ എഫ് നിന്ന് നേരിട്ട് വരച്ചാലും മതി. അപ്പൊ അത് ഇന്റർസെക്ട് ചെയ്ത പോയിന്റിന് എന്ത് കൊടുത്തു, എച്ച് എന്ന് പേര് കൊടുത്തു. ഇനി ജി എച്ചിലേക്ക് ഒരു ലൈൻ വരക്കുക, അതേപോലെ എഫ് നിന്നും എച്ചിലേക്കും എന്ത് ചെയ്യുക, ഒരു ലൈൻ വരക്കുക. അപ്പൊ എന്ത് കിട്ടി നമുക്കൊരു അല്ലെ, ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ കിട്ടി. ആ ട്രയാങ്കിൾ എന്ത് ചെയ്യുക, ഒന്ന് ഷെയ്ഡ് ചെയ്യുക. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ട്രയാങ്കിൾ വിത്ത് സ്പെസിഫൈഡ് ബിലോ ഈച്ച് ഓഫ് പെരിമീറ്റർ 10 സെന്റിമീറ്റർ. അപ്പൊ ഇതൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്, നേരത്തെ ചെയ്ത ടൈപ്പിന്റെ ഒരു ക്വസ്റ്റ്യൻ. അവിടെ 13 ആയി, ഇവിടെ എത്ര ആയിരുന്നുള്ളൂ, 10 ആയിരുന്നുള്ളൂ. അവിടെ സബ് ക്വസ്റ്റ്യൻസ് ആരാ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സൈഡ്സ് ഇൻ ദി റേഷ്യോ 3:4:5. അടുത്തത് സൈഡ്സ് ഇൻ ദി റേഷ്യോ 2:3:4 എന്ന. അപ്പൊ ഇത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഫിഗർ വരിക ഇങ്ങനെയാണ്. ഇനി രണ്ടാമത്തെ വരയ്ക്കുമ്പോൾ ഫിഗർ ഇങ്ങനെയാണ് വരിക. മൂന്നാമത്തിന്റെ ഫിഗർ ഇങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയണേ? പ്രൂവ് ദാറ്റ് എനി ട്രപ്പീസിയം ദ ഡയഗണൽ കട്ട് ഈച്ച് അതർ ദി സെയിം റേഷ്യോ. അപ്പൊ കയ്യിൽ എന്തുണ്ട്, ഒരു ട്രപ്പീസിയം ഉണ്ട്. അപ്പൊ ട്രപ്പീസിയം എ ബി സി ഡി ട്രപ്പീസിയം കൊടുത്തു. ഞാൻ എ സി എന്നൊരു ഡയഗണൽ വരച്ചു, ബി ഡി എന്നൊരു എന്ത് ചെയ്തു, ഞാനൊരു ഡയഗണൽ വരച്ചു. ഈ പിയിൽ ഇവിടെ ഒരു പാരലൈൻ വരച്ചു, എ ബിക്കും സി ഡിക്കും പാരലൽ ആയിട്ട് വരച്ചു. ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തു, എഴുതി വെച്ചു അല്ലെ. അടുത്ത് ഡ്രോ അനദർ പാരലൈൻ വിത്ത് സി ഡി ടു പോയിന്റ് പി എന്ന് എഴുതി. അപ്പൊ ഇങ്ങനെ അപ്പൊ എന്തായി, 3 ലൈൻസ് വന്നു. എ അല്ലെ, ഒരു എ ബി എന്നൊരു പാരലൈൻ, ഇവിടെ ഒരു പാരലൈൻ. അപ്പൊ 3 or more പാരലൈൻസ് ആയി. അപ്പൊ നമുക്ക് റേഷ്യോ ആക്കി എഴുതാൻ പറ്റും അല്ലെ. അവിടെ റേഷ്യോ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ എ പി ഈസ് ടു പി സി ഈക്വൽ ടു പി ബി ഈസ് ടു പി ഡി. എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും അല്ലെ, എ പി ഈസ് ടു അല്ലെ, ഈ ലെങ്ത് ഈസ് ടു, പിന്നെ ഏതാണ് പി സി ഈക്വൽ ടു പി ബി ഈസ് ടു പി ഡി ആക്കി എഴുതാം. പി എ ബി ഈസ് ടു പി സി ഈക്വൽ ടു പി ബി ഈക്വൽ ടു പി ഡി ആക്കി എഴുതാം. അപ്പൊ റേഷ്യോ എന്ന ചാപ്റ്റർ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, അപ്പൊ അതുകൂടി ചേർത്തു എന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു, നമുക്ക് റേഷ്യോ ആക്കി എഴുതാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അതാണ് ചെയ്യാൻ പോകുന്നത്. In the picture below, the diagonal of the trapezium ABCD intersect at the point P. Prove that PA into PD equal to PB into PC ആണ്. വളരെ സിമ്പിൾ ആണ്, നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ എന്ത് ചെയ്യുക, എഴുതുക. ഇത്രയും സ്റ്റെപ്പ് എഴുതി. ഇനി പി യുടെ നമുക്ക് ആ റേഷ്യോ നമ്മൾ എഴുതിയിരുന്നു, എന്ത് ചെയ്യുന്നു അല്ലെ, പി എ ഈസ് ടു പി സി ഈക്വൽ ടു അല്ലെ പി ബി ഈസ് ടു പി ഡി ആണ്. നമ്മൾ പഠിച്ചിരുന്നു എ ഈസ് ടു ബി ആണെങ്കിൽ എ ബൈ ബി ആണ് നമുക്കറിയാം. അപ്പൊ ഇതിനെങ്ങനെ മാറ്റി എഴുതി, പി എ ഡിവൈഡഡ് ബൈ പി സി ഈക്വൽ ടു പി ബി ബൈ പി ഡി. ഇനി എന്ത് ചെയ്യുക, ക്രോസ് ആയി ഗുണിക്കുക. പി എ ഇൻറ്റു പി ഡി, പി എ ഇൻറ്റു പി ഡി ഈക്വൽ ടു പി സി ഇൻറ്റു പി ബി ആയി മാറും. ഇതല്ലേ നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, നോക്കി അല്ലെ. പി എ ഇൻറ്റു പി ഡി ഈക്വൽ ടു പി ബി ഇൻറ്റു പി സി ആയി കിട്ടി. ക്ലിയർ ആയല്ലോ. ഇതാണ് ഇതിന്റെ പ്രൂഫ്. ഇതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് എന്തായി, കംപ്ലീറ്റ് ആയി.